സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം തലയോട്ടിലെ താരനെക്കുറിച്ചാണ്. താരൻ 9 തരത്തിലുണ്ടെങ്കിലും ഏറ്റവും അപകടകരമായി വളരുന്ന താരൻ കട്ടത്താരനാണ്. ഇത് നമ്മുടെ തലയോട്ടിലെ പ്രോട്ടീൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് വളരുന്നത്. നിങ്ങൾ മരങ്ങളിലൊക്കെ കാണുന്ന ഇത്തിക്കണ്ണിയിൽ മരത്തിൻ്റെ നീര് വലിച്ചു കുടിച്ചാണ് ആ ഇത്തിക്കണ്ണികൾ നിലനിൽക്കുന്നത്. അതുപോലെയാണ് താരൻ്റെയും അവസ്ഥ. നമ്മുടെ തലയോട്ടിലെ പ്രോട്ടീനും ഒക്കെ വലിച്ചെടുത്തുകൊണ്ടാണ് താരൻ വളരുന്നത്. താരൻ ഉണ്ടാകുന്നത് അത് ഒരു രോഗമല്ല. എന്നാൽ താരൻ വളരെ അപകടകരമായി ചില ആളുകളുടെ തലയിൽ കാണുന്നു. അതിന് കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ കുളി കഴിഞ്ഞതിന് ശേഷം എണ്ണയോ വെളിച്ചെണ്ണയോ തലമുടിയിൽ പുരട്ടുന്നു. ഈ തലമുടിയിൽ പുരട്ടുന്ന എണ്ണയോ വെളിച്ചെണ്ണയോ നിങ്ങൾ 3 ദിവസത്തിലധികം കഴുകാതിരുന്നാൽ നിങ്ങളുടെ തലയോട്ടിൽ ചൊറിച്ചിൽ അനുഭവപ്പെടും. ചൊറിച്ചിൽ അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കൈനഖം ഉപയോഗിച്ചുകൊണ്ട് അവിടെ ചൊറിയും. ഈ ചൊറിയുന്ന ഭാഗത്ത് അവിടുത്തെ തൊലികളെല്ലാം വികസിക്കും. അപ്പോൾ വായുവിലുള്ള അണുക്കൾ ഈ ചൊറിഞ്ഞ പൊട്ടിയ തൊലികൾക്കുള്ളിലൂടെ പ്രവേശിക്കും. അങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യം താരൻ്റെ അവസ്ഥ ആദ്യം തന്നെ ഉടലെടുക്കുകയായി. ആദ്യം നിങ്ങൾക്ക് കാണുന്നത് പൊടിത്താരനായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് അതിനേക്കാളും കട്ടിയുള്ള താരനായിരിക്കും. പിന്നെ അതിനേക്കാളും കട്ടിയുള്ള താരനായിരിക്കും പിന്നെ കാണുക. ഈ താരൻ്റെ അവസ്ഥ വളരെ ദോഷകരമായി തന്നെ ചില ആളുകളുടെ തലമുടിയിലും തലയോട്ടിലും കാണാം. ഇത് പരിഹരിക്കാൻ പല ആളുകളും ആസ്പത്രിയിൽ പോയി കിടന്ന് ചികിത്സിച്ചവരുണ്ട്. മെഡിസിൻ സ്ഥിരമായി കഴിക്കുന്നവരുണ്ട്. എന്നിട്ട് പോലും ഈ താരൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് തൊലി. അത് നിങ്ങൾക്കെല്ലാം അറിയാം. ചർമ്മത്തെ 4ആയി തരംതിരിക്കാം. വരണ്ട ചർമ്മം, സാധാരണ ചർമ്മം, എണ്ണമയമുള്ള ചർമ്മം, മിശ്ര ചർമ്മം, സനാതന ചർമ്മം. ഈ ചർമ്മങ്ങൾ 4 തരത്തിലുണ്ടെങ്കിലും തലയോട്ടിലെ ചർമ്മമാണ് ഏറ്റവും നോർമലായിട്ടുള്ള ചർമ്മം. പിന്നെ കൈമുട്ടിലും കാൽമുട്ടിലുമൊക്കെ കാണുന്ന വളരെ കട്ടിയുള്ള ചർമ്മമാണ്. അതുപോലെ തന്നെ കൈവിരലിൻ്റെ നടുക്ക് കാണുന്ന ചർമ്മവും കട്ടിയുള്ള ചർമ്മങ്ങളാണ്. ലിംഗത്തിലും കൺപോളകളിലും ഉള്ള ചർമ്മം വളരെ സോഫ്റ്റായ ചർമ്മമാണ്. അതാണ് 4 തരത്തിലുള്ള ചർമ്മമുണ്ടെന്ന് പറയുന്നത്. നാസാദ്വാരത്തിൻ്റെ ഉള്ളിൽ, അതായത് മൂക്കിൻ്റെ ഉള്ളിലുള്ള ചർമ്മം വളരെ നോർമലായിട്ടുള്ള ചർമ്മങ്ങളാണ്. ചെവിയിലുള്ള ചർമ്മം വളരെ നോർമലാണ്. അപ്പോൾ ചർമ്മത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ചർമ്മം വളരെ നോർമലായിട്ടാണ് മിക്ക ഭാഗങ്ങളിലും കാണുന്നത്. എന്നാൽ ഈ വക സ്ഥലങ്ങളിൽ ഉള്ള ചർമ്മം വളരെ കട്ടിയുള്ളതാണ്. കയ്യിൻ്റെ അടിയിലുള്ള ചർമ്മം
വളരെ കട്ടിയുള്ള ചർമ്മമാണ്. കാലിൻ്റെ അടിയിലുള്ള ചർമ്മം വളരെ കട്ടിയുള്ളതാണ്. ചർമ്മം ചുരുങ്ങുകയും നീളുകയും ചെയ്യുന്ന ചർമ്മങ്ങളുണ്ട്. അത് കാൽമുട്ടിലും കൈമുട്ടിലും കാലിൻ്റെ പേശികളിലുമൊക്കെ ചുരുങ്ങുന്ന ചർമ്മങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, തലയോട്ടിൽ പറ്റി പിടിച്ചിട്ടുള്ള താരൻ എങ്ങനെ കളയാം എന്നാണ് ഇവിടെ ഞാൻ പറയുന്നത്. നിങ്ങൾ 10 രൂപ കൊടുത്ത് ഒരു പാക്കറ്റ് ടൈഡ് സോപ്പ് പൊടി വാങ്ങുക. ടൈഡ് സോപ്പ് പൊടി വളരെ സാന്ദ്രതയുള്ള ഒരു കെമിക്കലാണ്. ടൈഡ് സോപ്പ് പൊടി ഏത് വെള്ളത്തിലും അലിയും. അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള അഴുക്കുകളും പുറത്തു പോകും. ടൈഡ് സോപ്പ് പൊടി വാങ്ങിച്ചിട്ട് നിങ്ങൾ ഒരു ചെറിയ ടീസ്പൂൺ സോപ്പ് പൊടിയും സൺസിൽക്ക് ഷാമ്പും കൂടി മിക്സ് ചെയ്ത് കുഴമ്പ് രൂപത്തിലാക്കി താരനുള്ള ഭാഗങ്ങളിൽ നിങ്ങളുടെ കൈവിരൽ ഉപയോഗിച്ച് തടവുകയും മസാജ് ചെയ്യുകയും ചെയ്യുക. ഒരിക്കലും തലമുടിയിൽ നിങ്ങൾ ഇത് തേച്ച് മസാജ് ചെയ്യാൻ പാടുള്ളൂ. തലയോട്ടിൽ മാത്രം മസാജ് ചെയ്യുക. എന്നിട്ട് വള്ളിച്ചീർപ്പ് ഉപയോഗിച്ചുകൊണ്ട് തലമുടി നല്ലവണ്ണം ജർക്ക് ചെയ്യുക, അതായത് ഉരസുക. താരനുള്ള ഭാഗങ്ങളിൽ നല്ലോണം ഉരസിക്കഴിഞ്ഞാൽ നിങ്ങളുടെ തലമുടിയിലെ താരൻ കൊഴിഞ്ഞു പോകും. താരൻ നല്ലവണ്ണം കഴുകി കളഞ്ഞതിന് ശേഷം പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നിങ്ങൾ നല്ല ബാത്ത് ടവലുകൊണ്ട് വെള്ളം നല്ലോണം തോർത്തിയെടുക്കണം മുടിയിൽ നിന്ന്. മുടി ഉണങ്ങിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമാണ്, ഒലിവെണ്ണയോ കോക്കനട്ട് ഓയിലോ മുടിയുടെ പുറത്ത് പുരട്ടുക. മുടിയുടെ പുറത്ത് പുരട്ടി കഴിഞ്ഞാൽ സൂര്യപ്രകാശത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കുന്ന പ്രോട്ടീനും എല്ലാം നമ്മുടെ തലമുടി വലിച്ചെടുക്കും. ഈ വലിച്ചെടുക്കുന്നതിലൂടെ നിങ്ങളുടെ വരണ്ടിട്ടുള്ള തലമുടി നല്ല സ്ട്രോങ് ആയി തന്നെ ഇതിൻ്റെ മുടിയുടെ അടിയിലേക്ക് ഇറങ്ങും. തലമുടി ഒരു ട്യൂബ് പോലെയുള്ള ഒരു വസ്തുവാണ്. ഇതിൻ്റെ അഗ്രഭാഗം നിങ്ങൾ പറിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ തുമ്പത്ത് വെള്ളം പോലെയുള്ളൊരു കൊഴുത്ത ദ്രാവകം കാണാം. ഈ ദ്രാവകമാണ് നമ്മളുടെ മുടി വളരാൻ ഉപയോഗിക്കുന്നത്. ഈ ദ്രാവകം വറ്റുമ്പോഴാണ് നമ്മുടെ തലമുടി കൊഴിഞ്ഞു പോകാൻ കാരണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ദോഷഫലങ്ങളോ ഒന്നും ഉണ്ടാകില്ല. ഇത് നിങ്ങൾ ഒരാഴ്ച കൂടുമ്പോഴോ 2 ആഴ്ച കൂടുമ്പോഴോ ഇതേ രീതിയിൽ ആവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തലയിലുള്ള താരൻ നിശേഷം മാറുന്നതായിരിക്കും. എൻ്റെ പേര് ജയൻ പടിയത്ത്.